ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ചെറിയ ചില തടസ്സങ്ങൾ, ഒന്നും വലിയ കാര്യമൊന്നുമല്ല. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യം സർക്കാർ കോടതിയെ അറിയിക്കും. വിവരങ്ങളുമായി ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, വെരി ഗുഡ് മോർണിംഗ് ഫ്രം വൈക്കം. അപ്പോൾ സർക്കാർ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ കോടതിയെ അറിയിക്കും? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. SKN സാറിൻ്റെ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് എല്ലാ ആശംസകളും. ഇനി പോകുന്നത് കൊച്ചിയിലേക്കാണ്. ഞാൻ നിന്നിരുന്ന സ്ഥലം ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും ഞാൻ നിന്നിരുന്ന സ്ഥലം കൊച്ചിയിലേക്ക് യാത്ര പോകുന്നു. എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഇന്നിവിടെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കാൻ പോവുകയാണ്. ഡിസംബർ മാസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ സമാന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനാൽ അന്വേഷണ പുരോഗതി അറിയിക്കാൻ വിജിലൻസ് സമയം ചോദിച്ചിരുന്നു. അതേസമയം അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ട് സർക്കാർ കോടതിയെ അറിയിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അത് അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ തെളിവുണ്ടോ എന്ന് ഹർജിക്കാരനോട് കോടതി കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ചോദിച്ചിരുന്നു. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ വീഡിയോ മാത്രമാണ് ഹർജിക്കാരനായ നെയ്യാറ്റിൻകര സ്വദേശി നാഗരാജൻ നൽകുകയും ചെയ്തത്. മൊത്തത്തിലുള്ള കേസിന്റെ പോക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നത് തൽക്കാലം അജിത് കുമാറിന് MR അജിത് കുമാറിന് കോടതിയിൽ നിന്നും ആശ്വസിക്കാവുന്ന വക ഉണ്ടാകുമെന്ന് തന്നെയാണ്.